ആഴങ്ങളിൽ. തിര അടങ്ങാത്ത തീരം. തീരത്തുനിന്നും നിരവധി പ്രതീക്ഷകളുമായി മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യയാനങ്ങൾ. പ്രതീക്ഷകളുമായി പോകുമ്പോൾ പല അപകടങ്ങളും പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരുന്ന നിമിഷങ്ങൾ. മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് വിക്ടർ. കൊല്ലം ജില്ലയിലെ നീണ്ടകര സ്വദേശിയാണ്. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലും അപകടങ്ങളിലും ദൈവം തുണയായി എത്തിയ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് വിക്ടർ ആഴിയിൻ ആഴങ്ങളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിക്ടർ. ഞാൻ നീണ്ടകരയുള്ളയാണ്. ഞാനൊരു 10-40 വർഷം കൊണ്ട് ഫിഷിംഗ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അതിന് മുമ്പ് കായലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. വീശിക്കൊണ്ടിരുന്നപ്പോൾ സമയത്താണ് ബോട്ടിൽ പോകാനായിട്ടൊരു ആഗ്രഹം തോന്നിയത്. എൻ്റെ അമ്മാച്ചന്മാരൊക്കെ ബോട്ടുണ്ട്, 2 ബോട്ടുണ്ട് അമ്മാച്ചന്മാരൊക്കെ. അതിൽ ഒരു ബോട്ടിൽ കൊണ്ടുപോയി തന്നെ. അന്ന് കൊച്ചു ബോട്ടുകളാണ്, ഇപ്പോഴാണ് വലിയ ബോട്ടുകൾ. അന്നത്തെ കാലത്ത് കൊച്ചു ബോട്ടേ ഉള്ളു. അങ്ങനെ അതിൽ പോയി കുറേ കാലം കഴിഞ്ഞപ്പം വേറെ വലിയ ബോട്ടിൽ പോയി. വലിയ ബോട്ടിൽ കുറച്ച് നാൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും അത് താന്നു പോയി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് ഒത്തിരി കാലങ്ങൾ വേറെ മാറി ബോട്ടുകളിൽ പോയി. പിന്നെ സ്വന്തമായിട്ട് ബോട്ട് എടുത്ത് കുറച്ച് കാലം ഓടിച്ച് അങ്ങനെ കുഴഞ്ഞ് അത് കൊടുത്ത് ഇപ്പം വേറൊരു ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. 2.5 മാസം കൊണ്ട് ബോട്ടിൽ പോകുന്നില്ല. ഇപ്പോൾ പ്രാർത്ഥന കടലിൽ പോകുന്നവരാരും ദൈവത്തിനെ വിളിക്കാതിരിക്കത്തില്ല. ഇനി എത്ര ഏത് മതക്കാരനായാലും ജാതിക്കാരനായാലും ഏതാളായാലും ദൈവത്തിനെ വിളിക്കാതിരുത്തിന് കടലിൽ പോകത്തില്ല. കടൽ കാണുമ്പം തന്നെ വിളിക്കും. 1000 കോടി ദൈവത്തിനെ വിളിക്കും ഒരു ദിവസം. അത്രയ്ക്ക് പെരും കടലാണ് ചില സമയത്ത് വരുന്നത്. അങ്ങനെ അപകടങ്ങളുണ്ടാകുന്നുണ്ട്. അഴിവാതെ മുട്ടിൻറ്റിക്ക് ചെല്ലുമ്പം ദൈവത്തിനെ വിളിക്കും, എത്ര വിളിക്കാത്തവനായാലും. അതൊക്കെ ഒരു കാലഘട്ടമാണ്. ഇപ്പം അങ്ങനെയുള്ള കാലഘട്ടമൊന്നും അല്ല. ഇപ്പം വരിക പോവുക, എത്ര കടലായാലും നോക്കത്തൊന്നുമില്ല. അന്നത്തെ കാലത്ത് കടൽ നോക്കിയേ ബോട്ട് പോകത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് എത്ര കടലുണ്ടായാലും ബോട്ട് പോകും. അന്ന് ജൂൺ ജൂലൈ മാസത്തിലെങ്ങും ബോട്ട് വിടത്തില്ല. കൊച്ചു ബോട്ടുകളാണ്. അത് പോയി നോക്കി കടലില്ലെങ്കിൽ മാത്രമേ ബോട്ട് പോകത്തുള്ളൂ. ഇന്നിപ്പോൾ എത്ര കടലുണ്ടായാലും ബോട്ട് പോകും. കടലിനേക്കാൾ വലിയ വാഹനങ്ങളാണ് ഇപ്പോൾ ഇറക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടമാണ് ഇത്. എനിക്കുണ്ടായ അപകടമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോഴേ അഴിവാതൊക്കെ ഭയങ്കര കടലാണ്. അന്ന് ഞാൻ ഇവിടുത്തെ ഒരു പേരുകേട്ട ശ്രാങ്കിൻ്റെ കൂടെ പോകുന്നത്. അന്നേരം അയാൾ ഒന്നും കടലൊന്നും വകവെക്കത്തില്ല, അന്ന് പോവും. അങ്ങനെ പോയി തിരിച്ച് വന്നപ്പം കടൽ കൂടി ബോട്ട് താന്നു പോയി. അന്ന് 5 പേരുണ്ട് ഞങ്ങൾ. പ്രായമുള്ളവരാണ് ബാക്കിയുള്ളവരെല്ലാം. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ചെറുപ്പം. ശ്രാങ്കും ഞാനും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മൂപ്പിലാന്മാരാണ്. അവർ ഞങ്ങളെ കഴിയുമ്പോൾ വേറൊരു ബോട്ടിൽ കയറി ബോട്ട് ഓടിച്ചു വന്ന് അടുപ്പിച്ച് ഞങ്ങൾ ആൾക്കാരെയൊക്കെ എടുത്ത് ഞങ്ങൾ 5 പേരൊക്കെ രക്ഷപ്പെട്ട്. എന്നിട്ട് ദേഹമൊക്കെ അവിടെ ഇവിടെയൊക്കെ മുറിവേ ഉള്ളൂ. ബോട്ട് താന്ന് കഴിഞ്ഞ് വേറൊരു ബോട്ട് ഓടി വന്ന് ഞങ്ങളെ എടുത്ത് എല്ലാവരെയും എടുത്ത് സകല ആളും ബോട്ടിൽ കയറി. എല്ലാവരും ബോട്ടിൽ കിടന്നത്. എന്നിട്ട് ആ ബോട്ടും കടൽ കൂടി ഓടി ഞങ്ങൾ അഴിക്കകത്ത് കയറി. ദേഹമെല്ലാം മുറിഞ്ഞ് ചോരയെ കുളിച്ച് എല്ലാവരും ആശുപത്രിയിൽ പോയി. അന്നത്തെ കാലത്തെ വലിയ ബോട്ടാണ് അത്. എന്നിട്ട് താന്നു പോയി. അങ്ങനെ ഈ ആൾക്കാർ എല്ലാവരും കര വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആളിൽ കൂടി ബോട്ട് കണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളെയൊക്കെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് എല്ലാം വന്ന്. അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഫിഷറീസുകാരോ സർക്കാരോ ഒന്നും തിരക്കാനൊന്നും കാണാനൊന്നും വരത്തില്ല. അങ്ങനെയുള്ള കാലഘട്ടമാണ് അത്. പിന്നെയും വേറെ ബോട്ടിലൊക്കെ പോയി 1-2 കൊച്ചു ബോട്ടിലൊക്കെ പോയി താന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ദൈവത്തിനെ വിളിക്കാത്തവരാരും ഇല്ല. കടലിൽ പോയി അപകടം പറ്റിയാലും വിളിക്കും, പറ്റിയാലും വിളിക്കും, ഒന്നും കിട്ടിയാലും വിളിക്കും, കിട്ടിയില്ലെങ്കിലും വിളിക്കും. പണി എത്ര കോടി രൂപയുടെ ഇറക്ക് കയറി കിട്ടിയാലും പറയും, ഓ ഇത്രയും പോരായിരുന്നു, ഇച്ചിരി കിട്ടണമെന്ന് പറയും. ഫിഷിംഗ് ബോട്ടിൽ പോകുന്നവരെ അങ്ങനെ തന്നെ. എത്ര മീൻപിടുത്തക്കാരനായാലും പറയും, ലക്ഷം രൂപയുടെ ഇറക്ക് കയറിയാലും പറയും, ഓ ഇച്ചിരി കയറിയെങ്കിൽ നമുക്ക് ഓടി അങ്ങ് പോകാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കാശ് കൂടുതൽ കിട്ടിയെന്നൊക്കെ പറയും. അതൊരു കാലഘട്ടമാണ്.
ദൈവത്തിനെ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ എന്ത് അപകടം ഉണ്ടായാലും ഇല്ലെങ്കിലും വിളിക്കും. കടലിൽ പോയാൽ അത് ഞാനെന്നല്ല, ആരായാലും ഏത് മനുഷ്യനായാലും വിളിക്കും. സകലമാന ആൾക്കാരും കടലിൽ പോയി അപകടം പറ്റിയാലും പറ്റിയില്ലെങ്കിലും വിളിക്കും. അന്നത്തെ കാലത്ത് ഈ പള്ളിയിൽ പോക്കോ അല്ലെ ദൈവത്തിന് വിശ്വാസമൊക്കെ ഉണ്ട്. എങ്കിലും അങ്ങനെ എല്ലാവരും പള്ളിയിലെങ്ങും പോകത്തില്ല. ഈ ഫിഷിങ് ബോട്ടിൽ പോകുന്നവരൊക്കെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ പോകത്തുള്ളൂ. എല്ലാവരും പോകത്തൊന്നുമില്ല പള്ളിയിൽ. പള്ളിയിൽ പോവും, ഞായറാഴ്ച പോവും. ഞായറാഴ്ച ഒരു ദിവസം പോവും, അത് തന്നെ പോകുന്നത്. പിന്നെ വിശേഷം വരുമ്പം, പെരുന്നാളോ കാര്യങ്ങളൊക്കെ വരുമ്പം പോവും. ബോട്ട് ഇവിടുന്ന് വിട്ട് പോകുമ്പോഴേ കടലുണ്ട്. അതിനിവിടുന്ന് വിട്ട് ഓടി കുറച്ച് വടക്ക് ചെന്ന് വലയിട്ട് ഒരു 10 മിനിറ്റ് പോലും ആയില്ല. അതിനു മുമ്പേ ഭയങ്കരമായൊരു കടൽ കൂടി വന്ന് ബോട്ടിൽ വീണ് ബോട്ട് കമന്നു പോയി. അങ്ങനെ ആൾക്കാരെല്ലാം വെള്ളത്തിൽ കിടന്ന് വഴി ഞങ്ങളുടെ അടുത്തൊരു ബോട്ടുണ്ടായിരുന്നു. അവർ വന്നാണ് ഞങ്ങളെ എടുത്തത്. അത്രയ്ക്ക് അന്തരീക്ഷം പെശകായിരുന്നു അന്നേരം. അങ്ങനെയുള്ള ഈ കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ പോകത്തില്ല ഒരുമാതിരിപ്പെട്ടവർ. പിന്നെ ഈ ശ്രാങ്കന്മാർ പോവും, പേരെടുക്കാൻ വേണ്ടി അവർ പോവും. ശ്രാങ്കമായിട്ട് പോയിട്ടുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ജോലിക്കാരെ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടു നടന്നാലേ അവർ നമ്മുടെ കൂടെ വരുത്തുള്ളൂ. അല്ല അവരെ തെറി വിളിക്കുകയോ അല്ല വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ അവർ വരുത്തുള്ളൂ. അയാൾക്ക് തന്നെ വല്ല പണിയും കിട്ടണം പോയാൽ. അവരൊക്കെ നമ്മൾ അധികം എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യണം ജോലിക്കാർക്ക്. നമ്മുടെ സ്വന്തം ബോട്ടായാലും ശരി എന്തെങ്കിലുമൊക്കെ കൊടുത്താലേ അവർ ബോട്ടിൽ പോകാൻ വരുത്തുള്ളൂ. വേറൊരു കൊച്ചു ബോട്ടിൽ പോയി ഇവിടെ ഈ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുക, വല വലിച്ചുകൊണ്ടിരിക്കുക, കരക്കൂടെ മടമ്പിൽ കൂടെ വലിച്ചുകൊണ്ട് പോയാൽ അന്നേരം കടൽ കൂടി, കടലിനകത്തായിപ്പോയി ബോട്ട്. കടൽ കൂടി ബോട്ട് അടിച്ച് കരക്കയറി. പിന്നെ ആ ബോട്ട് കരവഴി കൊണ്ടുവന്ന് പിന്നെ ആ ബോട്ട് ശരിയാക്കി ഞങ്ങൾ അതിൽ തന്നെ പണിക്കാൻ പോയി. ഇവിടെ ഇരുന്ന ആളിൻ്റെ അനിയച്ചാരാ ആ ബോട്ടിൽ ശ്രാങ്കായിട്ട് പോകുന്നത് അന്ന്. അയാളിപ്പോഴും ഉണ്ട്. ഇപ്പോൾ ബോട്ടിലെങ്ങും പോകത്തില്ല. ഇപ്പോൾ അയാൾ കിടപ്പാ. അയാൾ വലിയ കടലിനൊക്കെ പോകുന്ന ഒരാളായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ അയാൾ പോകത്തില്ല ബോട്ടിൽ. അയാൾക്കും ബോട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. കടലുമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് അഴിയിൽ നിന്ന് മാഹി വരെ പണിക്ക് പോയിട്ടുണ്ട്. എല്ലാ അഴിയിലും കയറിയിട്ടുണ്ട്. എവിടെല്ലാം കടലുണ്ട്, അഴിയുണ്ട്, അഴിക്കകത്തെല്ലാം കയറി പണിക്ക് പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ പോയാൽ, നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാട്ടിൽ വന്നേ ഉള്ളൂ നമുക്ക് സമാധാനം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെറും പന്നയാളാകരുതല്ലേ. നാട്ടിൽ വരുന്നവരെ നമ്മൾ ഡീസൻ്റായിരിക്കും എവിടെ പോയാലും. മാഹി വരെ പണിക്ക് പോയിട്ടുണ്ട് ഞാൻ. കുട്ടിക്കാലത്ത് ഇങ്ങനെ പള്ളിക്കൂടത്തിൽ പോവും വരും. ആ കാലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ വീശാൻ പോവും, കായലിൽ വീശാൻ പോവും. ആ കുട്ടിക്കാലമൊന്നും ഇപ്പം ഒന്നുമില്ല. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കാശിന് വിലയുണ്ട്. ഇന്നത്തെ കാലത്ത് കാശിന് വിലയില്ല. അന്ന് 10 രൂപയൊക്കെ കിട്ടിയാൽ മുട്ടൻ കാശാണ്. അന്ന് ബോട്ടിൽ പോകുന്ന ഒരാളിന് പാറ്റ കിട്ടുന്ന 5 രൂപയാണ്. ഇന്ന് 500 രൂപ കിട്ടും ബോട്ടിൽ പോയാൽ ഒരാളിന് പാറ്റ. അന്ന് 5 രൂപ ഏറ്റവും വലിയ കാശാണ്. വലിയവരൊക്കെ കൊടുക്കത്തുള്ളൂ 5 രൂപ. കൊച്ചു പിള്ളേരെ കൊണ്ടുപോയാൽ ഒന്നും കൊടുക്കത്തില്ല. 2 രൂപ 3 രൂപ കൊടുക്കും. അതും ഒരു കാലമാണ്. ഞങ്ങളുടെ കൊച്ചു പ്രായത്തിൽ അതിനു വേണ്ടി വാഹനങ്ങളൊന്നുമില്ല. തുച്ഛമായ ബോട്ടുകളേ ഉള്ളൂ ഈ കൊല്ലം വഴിക്കകത്ത്. ഇപ്പോൾ കണ്ടമാനം വാഹനമുണ്ട്. ഇപ്പോൾ കാശുള്ളവൻ്റെ കയ്യിൽ ലക്ഷങ്ങൾ, കോടികൾ മുടക്കി ബോട്ടുണ്ടാക്കി ഇടിയാ. എൻ്റെ കൊച്ചു പ്രായത്തിൽ പപ്പായ്ക്കൊരു ബോട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളം കോരാനൊക്കെ പോകുന്നത് ഞാനാണ്. ഞങ്ങളുടെ കൊച്ചു പ്രായമാണ്. സ്കൂളിൽ പോകുന്ന സമയമാണ് ഞങ്ങളാ വെള്ളം കോരാൻ പോകുന്നത്. വെള്ളമൊക്കെ കോരി കളയണം. ഇന്ന് ചാമ്പ് പമ്പും മോട്ടറും ഒക്കെ ഉണ്ട് ഇപ്പം. അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. അങ്ങനെ അതെടുത്ത് അത് നശിച്ച് പിന്നെ പപ്പ വീശാൻ പോകുകാരനായി. വീശാൻ പോയിക്കൊണ്ടുവരുന്ന മീൻ അമ്മ കൊണ്ട് കൊടുത്ത് കാശ് മേടിച്ചാണ് ഞങ്ങൾ ജീവിച്ചത്. ഇഷ്ടംപോലെ കഷ്ടപ്പെട്ട് വളർന്നതാണ് ഞങ്ങൾ. അന്നത്തെ കഷ്ടപ്പാടിനെ പറ്റി പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോഴാണ് കഞ്ഞി വെച്ച് കുടിക്കുന്നത്. ആ കാലഘട്ടമാണ്. ഇപ്പോഴല്ലേ എല്ലാ കാര്യങ്ങളും റെഡിയായി കൈ കിട്ടുന്നത്. അന്ന് ചീനി തിന്നും, ഉപ്പുമാവ് തിന്നും ഒക്കെ ജീവിക്കുന്നത്. അന്ന് പള്ളിക്കൂടത്തിൽ പോയി ഉച്ചഭക്ഷണമൊക്കെ പള്ളിക്കൂടത്തിൽ നിന്ന് ഉപ്പുമാവ് തിന്നാ അന്ന് കിടക്കുന്നത്. ഇന്നതല്ല. ഇന്നൊരുപാട് സാധനങ്ങൾ മേടിച്ച് തിന്നാൻ കാശുമൊക്കെ കിട്ടും ഓരോരുത്തർക്ക്. അന്നത്തെ കാലത്ത് 10 രൂപ 5 രൂപയ്ക്കൊക്കെ ഭയങ്കര വിലയുള്ള കാലഘട്ടമാണ്. ആ കാലമൊന്നും ഇനി വരത്തില്ല.
അപ്പന് ബോട്ടുള്ള കാലമൊക്കെ നമ്മൾ കൊച്ചിറക്കനാണ്. അപ്പന് ബോട്ട് വിറ്റ് കഴിഞ്ഞാണ് അപ്പൻ പിന്നെ ഈ ബാക്കിയുള്ള പണികളൊക്കെ പഠിച്ചത്. പോകാൻ തുടങ്ങി. ബേബി സാറിൻ്റെ ബോട്ട്, ഇവിടുത്തെ ബേബി ജോണിൻ്റെ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് എൻ്റെ പപ്പ. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിക്കുക. ഞാൻ കറക്കി മീൻ മേടിക്കാൻ അവിടെ പോകും വന്ന് ബേബി സാറിൻ്റെ കമ്പനിയിൽ. ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പം വലിയ വലിയ വാഹനങ്ങളായി, ഒരുപാട് ജോലിക്കാരായി. ഇന്ന് കൈനിറ കാശ് കിട്ടും. ഇന്ന് ബോട്ടിൽ പോയാൽ അന്ന് കഷ്ടപ്പാടില്ല. ഇന്ന് ഭയങ്കര കഷ്ടപ്പാടാണ് പണിക്ക് പോകുന്നത്, ഈ ഫിഷിങ് ബോട്ടിൽ പോകുന്നത്. ഇന്ന് ഫിഷിങ് ബോട്ടിൽ പോകുന്നതിന് ആയുസ് കുറവാണ്. ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പള്ളികൾ, ഇവിടെ നീണ്ടര പള്ളി അതൊരു പൊടി പള്ളിയായിരുന്നു. പിന്നെ അത് പൊളിച്ച് വലിയ പള്ളിയാക്കി. പിന്നെ അത് ഇടിച്ച് ചരിച്ച് വാർത്ത് ഒരുപാട് പണിയൊക്കെ ചെയ്തതാണ് പള്ളി. അന്നും പള്ളിയിൽ എല്ലാ മതക്കാരും പോവുകയും വരികയും ചെയ്യും. ഇവിടെ നീണ്ടര എല്ലാ വിശേഷത്തിനും എല്ലാ ജാതിക്കാരും കാണും. ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലാവരും പള്ളിയിൽ എല്ലാ കാര്യങ്ങൾക്കും വരും, വിശേഷം വരുമ്പോൾ. അതാണ് അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷം വന്നാൽ ഞങ്ങളെല്ലാവരും പോകും. അന്നത്തെ കാലത്ത് എല്ലാവരും കൊച്ചു പിള്ളേരെ എല്ലാവരെയും പള്ളി വിടും. പള്ളിയിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞേ പള്ളിയിൽ നിന്ന് വരുത്തുള്ളൂ. കൊച്ചു പ്രായത്തിലുള്ള സകല ആളുകളും അന്ന് പള്ളിയിൽ പോവും. ഇന്നത്തെ പോലെയല്ല. ഇന്ന് കൊച്ചു പ്രായത്തിലുള്ള പിള്ളേരൊക്കെ പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ പേടിയാണ്. അന്ന് പള്ളിയിൽ പോകാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. എല്ലാം ദൈവം തന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തീർന്നത്. എൻ്റെ ബോട്ട് വിൽക്കുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ കടമൊക്കെ ഉണ്ട്. ഞാനും എൻ്റെ മോനും എൻ്റെ ഭാര്യയും കൂടെ ദൈവത്തിനെ വിളിച്ച് ജോലി ചെയ്ത് ദൈവം തന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ചു. ഇപ്പം കടമൊക്കെ തീർന്ന് ഞങ്ങൾ നല്ല സന്തുഷ്ടമായ കുടുംബമായിട്ട് ഇങ്ങനെ ജീവിക്കുക. എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ട്. 2 പെൺപിള്ളേരെ കെട്ടിച്ച് ഞാൻ 2 പെൺപിള്ളേരുണ്ട്. 2 പേരെയും കെട്ടിച്ച് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ സാമ്പത്തികമായാലും സഹോദര സ്നേഹമായാലും എല്ലാവരും ഉണ്ട്. ഇപ്പം ഞാൻ ഒരു 15 വർഷത്തിന് മുമ്പ് ബൈപ്പാസ് ചെയ്തതാണ്. അത് കഴിഞ്ഞും പൂട്ടിപ്പോയി. ഇപ്പോൾ 2 മാസമായാലും ഞാൻ പൂട്ടിപ്പോയതായിട്ട്, 2.5 മാസമായാലും പൂട്ടിപ്പോയതായിട്ട്. ഇപ്പോഴും ഞാൻ ഈ ബോട്ടിൽ പോകുന്നില്ലെങ്കിലും വല്ലപ്പോഴും ഒരു വലയൊക്കെ വീശും. വലയൊക്കെ വീശിയാൽ ചിലപ്പോൾ 500 രൂപ 1000 രൂപ കിട്ടും. അങ്ങനെയുള്ള കാലഘട്ടമായത്. ഇപ്പോൾ ഉള്ള മക്കളുടെ അന്നത്തെ കാലത്ത് ഒരു പുക വലിക്കണമെങ്കിലും ചേട്ടന്മാരെയും അപ്പന്മാരെയും പെങ്ങന്മാരെയും എല്ലാവരെയും പേടിക്കും. ഇപ്പോൾ ഉള്ള കാലത്ത് അങ്ങനെയുള്ള കാലമൊന്നുമല്ല. നമ്മൾ കടലിൽ പണിക്ക് പോകുമ്പം ദൈവത്തിനെ വിളിച്ചാൽ എന്തെങ്കിലും ഒരനുഭവം ഉണ്ടാകും നമുക്ക്. നമ്മൾ കടലിൽ നിന്ന് കിട്ടി തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത്. കടൽപ്പണിക്ക് പോകുന്നവനെല്ലാവനും കടലിൽ നിന്ന് കിട്ടി തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത്. ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം കിട്ടും. അങ്ങനെയുള്ള സ്ഥലമാണ് കടലെന്ന് പറയുന്നത്. ആരും ഒന്നും കൊണ്ടിട്ടല്ല ഇത് എടുക്കുന്നത്. ഒരു ദിവസമെങ്കിലും കടലിൽ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കുമോ? എല്ലാ ദിവസവും പണി കിട്ടും. അങ്ങനെയുള്ള കടലിൽ ദൈവത്തിനെ വിളിക്കത്തില്ലേ? ദൈവത്തിനെ വിളിക്കും. ദൈവത്തിനെ വിളിച്ച് ഇറക്കിയാണ് കടലിൽ പോകുന്നത്. നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. എനിക്ക് 2 പെൺമക്കളും ഉണ്ട്, ഒരു മോനും ഉണ്ട്. സന്ധ്യ ആകുമ്പം കൊന്തപടിക്കും, വെളുപ്പാങ്കാലത്ത് എണീറ്റും കൊന്തപടിക്കും. അങ്ങനെ ദൈവത്തിനെ വിളി ഒരത്ഭുതം തന്നെ. ബൈബിള് വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ധ്യാനത്തിന് പോയിട്ടുണ്ട്, ഒരുമാതിരിപ്പെട്ട പള്ളികളിലെല്ലാം പോയിട്ടുണ്ട്. വേളാങ്കണ്ണിയിൽ പോവും, ഒരുമാതിരിപ്പെട്ട പള്ളികളിലെല്ലാം പോവും. അങ്ങനെ ദൈവവിശ്വാസമൊന്നും കുറവില്ല. ദൈവത്തിനെ വിളിക്കും. ദൈവം തന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നു. നമ്മൾ ഉണ്ടാകുന്ന അപകടം എന്ന് പറഞ്ഞാൽ ഈ കടൽ കൂടി ബോട്ട് താരും, ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തി അടുത്ത് അങ്ങും ബോട്ടില്ലെങ്കിൽ, വെള്ളത്തിൽ പരിചയമില്ലെങ്കിൽ അയാളെല്ലാം തീർന്ന്.
അതിനോടുകൂടി പോക്ക് തന്നെ. അങ്ങനെ എൻ്റെ കൂടെ ബോട്ടിപ്പം വന്ന് 2-3 ബോട്ട് താന്നിട്ടുണ്ട്. ആരും മരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ 3 ബോട്ട് താന്ന 3 ബോട്ടിൽ നിന്നും ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ആരും മരിച്ചിട്ടില്ല. മരിക്കുന്ന ആൾക്കാരുണ്ട് ബോട്ടിൽ. ഇവിടെ ജൂൺ 15-നൊക്കെ ബോട്ട് പോയി കണ്ടമാനം ജനങ്ങൾ മരിച്ചു. ജൂൺ 15 എന്ന് പറഞ്ഞാൽ ഇവിടെ പോകുമ്പോഴേ ഭയങ്കരമായ കാറ്റും മഴയുമാണ്. ഇവിടുന്ന് ബോട്ടെല്ലാം പോയി കാറ്റ് കൂടി കൊച്ചു കൊച്ചു ബോട്ടുകളെല്ലാം ഓടിക്കര വന്നു. വലിയ വലിയ വാഹനങ്ങൾ അന്ന് വലിയ വലിയ ബോട്ടുണ്ട്. വലിയ വലിയ ബോട്ടുകൾ മാത്രമേ പോയുള്ളൂ. പോയ പകുതി ബോട്ടും താന്നുപോയി. ഒരുപാട് ആൾക്കാരും മരിച്ചുപോയി. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ കണ്ടമാനം. വള്ളമൊക്കെ പോയി താങ്ങുവള്ളത്തിൽ 40 ആൾ 50 ആളൊക്കെ അന്ന് പോകുന്നത്. ആ വള്ളമൊക്കെ താന്ന് ആൾക്കാരെയൊക്കെ ഇവിടെ ഇപ്പം മരിച്ചുപോയി. കണ്ണപ്പൻ ലാറൻസ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ ബോട്ട് നിറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു. അയാൾക്ക് പിന്നെ പതക്കമൊക്കെ കിട്ടിയ ഒരാളാണ് പ്രസിഡൻറ്റിൻ്റെ ഇന്ന്. ഈ ജനമെല്ലാം ആൾക്കാരെ എല്ലാം എടുത്തുകൊണ്ട് വന്ന് പോർട്ടിലിറക്കി പിന്നെയും പോയ ആൾക്കാരെ എടുത്ത് ആൾ വെള്ളത്തിനകത്ത് ചുമ്മാ ചവറ് പോലെ കിടന്നൊഴുകിയ അന്ന് ജൂൺ 15-ന്. ഇഷ്ടംപോലെ ആൾക്കാരെ രക്ഷിച്ച അയാൾ. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഇന്ന് പതക്കം മേടിച്ച ആളാണ് അയാൾ. ഈ ആൾക്കാരെ എടുത്തതിന് ആ പുള്ളി ഇപ്പോൾ മരിച്ചിട്ട് ഒരാഴ്ച അയാൾക്ക് സ്വന്തം ബോട്ടൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ആ ബോട്ടിനകത്ത് ഇഷ്ടം പോലെ ആളിനെ കൊണ്ട് കണ്ടമാനം ആളിനെ. ഈ കാറ്റ് കൂടി ബോട്ട് താരുന്ന അറിഞ്ഞ് മുട്ടുകല്ലിൻ്റെ പുറത്ത് 2 മുട്ടുകല്ലിൻ്റെ പുറത്ത് ലക്ഷക്കണക്കിന് ജനം കിടക്കുക ഇത് കണ്ടുകൊണ്ട്. ആ കൂട്ടത്തിൽ എല്ലാവരും പോയി കാണും. ഈ ബോട്ട് താരുന്ന ആൾക്കാർ വെള്ളത്തിൽ കിടന്ന് നീന്തുന്നതും എല്ലാം കാണാമായിരുന്നു. അങ്ങനെ ആൾക്കാർ പോയി അവിടെ കാത്ത് കിടന്ന ഈ വരുന്ന ബോട്ടിലെല്ലാം താന്ന് പോയതന്ന് വള്ളവും. കണ്ടമാനം ആൾക്കാരെ രക്ഷിച്ച് വന്ന ബോട്ടുകാർ. തിരിച്ച് താരാതെ വന്ന ബോട്ടുകാരെല്ലാം ആൾക്കാരെ എടുത്തുകൊണ്ടാണ് വരുന്നത്. റോപ്പിട്ട് കൊടുക്കും. ബോട്ട് ഓടി വരുമ്പോഴേ ആൾക്കാരെ വലിച്ച് ബോട്ടിൽ കയറ്റും. നമ്മൾ കടലിൽ പോയി കാറ്റ് കണ്ട് പേടിച്ച് തിരിച്ച് വന്നതല്ലേ. തിരിച്ച് വന്നില്ലെങ്കിൽ നമുക്കും ഗതി ഇത് തന്നെ. അങ്ങനെയുള്ള വാഹനങ്ങളാണ് അന്ന്. ഇപ്പം വലിയ വലിയ വാഹനങ്ങളാണ്. ഇപ്പം എത്ര കടലുണ്ടായാലും ജൂൺ 15-നെ പോലെ 4 ജൂൺ 15 വന്നാലും ബോട്ടൊന്നും താരത്തില്ല. ഇന്നിപ്പം വലിയ വലിയ വാഹനങ്ങളാണ്. അന്ന് പൊടി ബോട്ടുകളാണ്. അതാ അത്രയും അപകടങ്ങളുണ്ടായത്. ദൈവാനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ നേരത്തെ കയറിയത്. ഇല്ലെങ്കിൽ കടലിൽ കിടക്കത്തല്ലേ ഉള്ളൂ. കടലിൽ കിടന്നാൽ ഇതാണെങ്കിൽ നാശം നമുക്കും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ദൈവവിളി കൊണ്ട് ബോട്ട് എങ്ങനെയോ ഇത് കൊണ്ടുപോകുന്ന ഒരാളുണ്ട്, ശ്രാങ്ക് എന്ന് പറയുന്ന. അയാളുടെ ഒരു ഇതുകൊണ്ട് തിരിച്ചു വന്ന് ദൈവം എല്ലാവർക്കും കനിഞ്ഞ് കര വരാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കര വന്നത്. അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ദൈവത്തിനെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് കരവരവില്ലെന്ന്. സുനാമി സമയത്ത് ഈ ആൾക്കാരൊക്കെ മരിച്ചത് ഈ സുനാമി കടൽ കയറിയപ്പോഴേ അതിൻ്റെ കൂടെ മീൻ ഒഴുകി കര കയറി. കടലിൻ്റെ കൂടെ മീൻ ഒഴുകി കര കയറി. അങ്ങനെ മീൻ പിടിക്കാൻ പോയ ആൾക്കാർ മരിച്ചത്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എല്ലാവരും മരിക്കാൻ കാര്യം സുനാമി വന്ന് കടൽ കയറിയപ്പം കടലിൻ്റെ കൂടെ മീൻ കയറി. മീനും ഞണ്ട് കയറി. അങ്ങനെ പിടിക്കാൻ ചെന്നവരായി ഈ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി പോയത്. അല്ല സുനാമി വന്ന് ബോട്ടൊന്നും താന്നൊന്നുമില്ല. വാഹനങ്ങളൊന്നും അപകടമൊന്നും പറ്റിയില്ല. അല്ലാതുള്ള കാറ്റും കടലുമൊക്കെ വന്നത് തന്നെ സുനാമി. ആളുകളാർക്കും വലിയ പരിക്കൊന്നും പറ്റിയില്ല. പിന്നെ ഈ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി ചെന്ന ആൾക്കാരൊക്കെ മരിച്ചോളൂ. എൻ്റെ ഭാര്യയും മരുമോളും മോനും ഞങ്ങളെല്ലാവരും കൊന്ത പഠിക്കും. വെളുപ്പിലെയും കൊന്ത പഠിക്കും, സന്ധ്യയ്ക്ക് കൊന്ത പഠിക്കും. പിന്നെ പ്രാർത്ഥനയ്ക്ക് എങ്ങൊരു കുഴപ്പം എല്ലാ പള്ളികളിലും പോവും. എല്ലാ ദിവസങ്ങളിലും എൻ്റെ മോനും ഭാര്യയും എല്ലാ പള്ളികളിലും പോവും. ഒറ്റ ദിവസം മുടങ്ങത്തില്ല. ഏത് പള്ളിയിൽ എന്ത് വിശേഷം ഉണ്ടായാലും പോവും. മത്സ്യം പിടിക്കാൻ പോകുന്നവരെല്ലാവരും ദൈവത്തിനെ വിളിക്കും. എന്ന് പറഞ്ഞാൽ മത്സ്യം പിടിക്കുന്നത് നമ്മളാണെങ്കിലും അത് ഒരാൾ തന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ വീശാൻ പോയാലും ബോട്ടിൽ പോയാലും കായലിൽ പണിക്ക് പോയാലും എന്ത് പണിക്ക് പോയാലും മത്സ്യം പിടിക്കാൻ പോയാൽ ദൈവത്തിനെ വിളിക്കും. ദൈവം തന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത്. അങ്ങനത്തെ അനുഭവസ്ഥനാണ് ഞാൻ. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട് എനിക്ക് ദൈവം. ഒരുപാട് നല്ല കാര്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് ദൈവം തന്നെ. ഒരുപാട് ദുരിതം അനുഭവിച്ച് വളർന്നതാണ് ഞാൻ. എന്നെ ഇത്രയും ഈ നിലയിൽ കൊണ്ടുവന്നത് ദൈവമാണ്. അതിനെനിക്ക് നന്ദിയേ ഉള്ളൂ.